എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തിട്ടോ. സ്ത്രീകൾക്ക് മാത്രമായിട്ട് കേരളത്തിൽ പിങ്ക് നിറത്തിലുള്ള KSRTC ബസ്സുകൾ ഇനി മുതൽ നിരത്തിലിറക്കാൻ വേണ്ടി പോവാണ് അല്ലേ. ആ ബസ്സിൽ കണ്ടക്ടർ മുതൽ അല്ലേ ഡ്രൈവർ ആ ജോലിക്കാരൊക്കെ മൊത്തം സ്ത്രീകളായിരിക്കും എന്നാണ് മന്ത്രി പറഞ്ഞത്. നിലവിലെ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബസ്സിൻ്റെ ആവശ്യം സത്യത്തിൽ കേരളത്തിൽ ഉണ്ടോ ഇല്ലേ? ഈ കാണുന്ന നിങ്ങളൊക്കെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ഈ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ ഒരുപാട് വന്ന കമൻറ്റുകളുണ്ട്. അങ്ങനെ ആണെങ്കിൽ പുരുഷന്മാർക്കും ഒരുപാട് സമാനമായ കേസുകൾ ഇന്നത്തെ കാലത്ത് വരുന്നുണ്ട്. എല്ലാവർക്കും ജീവിച്ചു പോകണം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ബസ് കേരളത്തിൽ ഉടനെ നിരത്തിലിറക്കണമെന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും ചർച്ച ചെയ്യണമല്ലോ. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് കേരളത്തിൽ ഒരു പ്രത്യേക പിങ്ക് നിറത്തിലുള്ള KSRTC ബസ്സുകൾ ഉടനെ നിരത്തിലിറക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഇതിൻ്റെ മുന്നേയും ഇതേമാതിരി തിരുവനന്തപുരത്ത് സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു ബസ് ഇറക്കിയതായിട്ട് ഒരു ഓർമ്മയിൽ വരുന്നുണ്ട്. അത് പിന്നീട് അങ്ങോട്ട് കേട്ടിട്ടില്ല. അത് പിന്നെ അടങ്ങാൻ നിന്ന് പോയിന്നാണ് വിചാരിക്കണേ. അങ്ങനെയാണെങ്കിൽ ഇതും അതുപോലെ ആവുമോ? അതിൻ്റെ ഒരു ചോദ്യമാണ്. ഏതായാലും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പുരുഷന്മാർക്കും നല്ല ലെവലിലേക്ക് ജീവിച്ചു പോകണം. അപ്പോൾ പുരുഷന്മാർക്കും ഇതേമാതിരി ഒരു സെപ്പറേറ്റ് ആയിട്ട് അല്ലേ, പുരുഷന്മാർക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ബസ് അങ്ങനെയാണെങ്കിൽ അതും ഉടനെ നിരത്തിലിറക്കണം. ഏതായാലും മന്ത്രിയുടെ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ എങ്ങനെ യോജിക്കുന്നു? നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ ഉടനെ രേഖപ്പെടുത്തുക അല്ലേ. സ്ത്രീകൾക്ക് മാത്രം യാത്ര ചെയ്യാൻ ഒരു ബസ് ഉടനെ നിരത്തിലിറക്കുമെന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ? ഏതായാലും വിലപ്പെട്ട കമൻറ്റുകൾ എല്ലാവരും രേഖപ്പെടുത്തുക. ഓക്കെ. പ്രത്യേകിച്ച് നല്ല ലെവലിലേക്ക് ജീവിച്ചു പോകാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം ആണ്. ആണായാലും പെണ്ണായാലും ഏതായാലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ആവശ്യമാണ് എന്നാണ്. ഏതായാലും നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.